വന്നിട്ടുള്ളത് ഈ ഒരു പീരീഡ് പാൻറ്റിനെ കുറിച്ച് സംസാരിക്കാനാട്ടോ. എവർടീവ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പീരീഡ് പാൻറ്റിയാണിത്. അപ്പോൾ എവർടീവിനായിട്ട് ഞാൻ കുറേ കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടോ, ഇവരെ പാഡും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പീരീഡ് പാൻറ്റിയാണ്. അതായത് പീരീഡ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്നർവെയർ ആണ് ഈ ഒരു എവർടീവിന്റെ പീരീഡ് പാൻറ്റീസ്. അൾട്രാ അബ്സോർബൻ്റ് ആണ് കേട്ടോ ഈ ഒരു പാൻറ്റീസ് വരുന്നത്. പിന്നെ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യൂസ് കഴിഞ്ഞ് നമുക്കത് ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ നേരം നമുക്കിത് ലോങ് ലാസ്റ്റ് കിട്ടോ. ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് വരിക. ഉള്ളിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പാക്കേജിങ്ങിലാണ് വരിക. ഇതിൽ 10 പീസാണ് ഉണ്ടാവുക കേട്ടോ. ഇതിന് 10 പീസാണ് ഉണ്ടാവുക. 275 രൂപയാണ് 10 പീസിന് വരുന്നത്. പിന്നെ ഇതിൽ ഒരു എവർലോക്ക് എന്നുള്ള ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പീരിയഡ് സ്റ്റെയിൻസ് ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരിക. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ പാൻറ്റീസ് ഉണ്ടല്ലോ അതിൻ്റെ അതേ മോഡലിലാണ് വരുന്നത്. നമുക്കിത് നോർമൽ പാൻറ്റീസ് ഇടുന്ന പോലെ നമുക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞ് എന്താ പറയുക, കുറേ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും കേട്ടോ. കാരണം ഇന്നർവെയർ കിടക്കുന്ന പോലെ അവിടെ കിടക്കുമല്ലോ, അതുകൊണ്ട് ഒരിക്കലും ലീക്കാവില്ല. നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ടിയർ ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്തിട്ട് സെയിം ഈ ഒരു കവറിൽ ഇട്ടിട്ട് തന്നെ നമുക്കത് ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്താ വെച്ചാൽ നമുക്ക് ഡിസ്പോസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാഡ് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ പാൻറ്റീസിൻ്റെ കാര്യം നോക്കണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ പാഡൊക്കെ ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആട്ടോ. ഈ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം ആ ഒരു 1 മന്തൊക്കെ നമുക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവില്ലേ, ആ സമയത്ത് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം കിട്ടും. എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് തന്നെ അബ്സോർബേഷനും ഉണ്ട്. റാഷസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം കോട്ടൺ ആണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ റാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. എർഗണോമിക് ഫിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡി നന്നായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും തോന്നില്ല കേട്ടോ ഈ ഒരു പാൻറ്റീസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇങ്ങനെ ബ്ലൂ ലൈൻസ് ഉണ്ട്, ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഫോക്കസ് ആവുന്നുണ്ടാവില്ല. ഈ ബ്ലൂ ലൈൻസ് ഉള്ള ഭാഗം മുന്നിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാൻറ്റീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം മെൻസ്ട്രൽ കപ്പാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് അല്ല, പ്രസവിച്ചെടുക്കുന്ന ലേഡീസിനൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു പീരീഡ് പാൻറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. എവർടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കേട്ടോ. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. എവർടീൻ്റെ നല്ലതാട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.